കൂടെ വരണമെന്ന് പറയാൻ മക്കൾ 3 പേരും മുന്നിൽ നിന്ന രാത്രിയായിരുന്നു അത്. അമ്മയുടെ ഓർമ്മദിനം കൂടാൻ ഒരേ നഗരത്തിലെ വെവ്വേറെ ഇടങ്ങളിൽ നിന്നാണ് അവർ വന്നിരിക്കുന്നത്. മൂത്തവൾക്ക് ഞാൻ ഒപ്പം പോയേ പറ്റൂ. ഇളയവനും നിർബന്ധിച്ചു. രണ്ടാമൻ മാത്രം യാതൊന്നും മിണ്ടിയില്ല. എനിക്ക് പെൻഷനുണ്ട്, ഞാൻ ഏടത്തേക്കും വരുന്നില്ല. മക്കൾ വിഷമിച്ചു. 30 വർഷം ഞാനുമായി ജീവിതം പങ്കിട്ടവൾ മരിച്ചപ്പോഴാണ് ആദ്യമായി 3 പേരും ചേർന്ന് വന്നത്. തങ്ങളുടെ അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാൻ തോന്നിയത് തന്നെ വലിയ കാര്യം. പിന്നീട് ഓരോ ആണ്ടിലും ഇതേ തീയതി എല്ലാവരും ഒത്തുകൂടും. അങ്ങനെയെങ്കിലും മക്കൾ വരുന്നുണ്ടല്ലോ എന്നോർത്ത് സന്തോഷം തോന്നാറുണ്ട്. അതിനുപോലും ഭാഗ്യമില്ലാത്ത എത്രയെത്ര വൃദ്ധജനങ്ങളെ പേറുന്ന ഭൂമിയിലാണ് നമ്മളൊക്കെ ഇന്നും കറങ്ങുന്നതല്ലേ. സർവീസിലുണ്ടായിരുന്നപ്പോൾ സമ്പാദിച്ചതെല്ലാം ഭാര്യയുടെ മരണത്തിന് മുമ്പേ എൻ്റെ ഇഷ്ടത്തിന് മക്കൾക്ക് വിധിച്ചു കൊടുത്തതാണ്. ഇനിയുള്ളത് ഈ വീടും പെൻഷൻ തുകയും മാത്രം. സഹായത്തിന് കുമാരനുമുണ്ട്. ഇവിടുത്തെ മരങ്ങളിൽ തട്ടിയ കാറ്റ് കൊള്ളാതെ എനിക്ക് ഉറക്കം വരില്ല. വർഷങ്ങളോളം ജീവിതം പങ്കിട്ട പെണ്ണ് കലർന്ന മണ്ണ് വിട്ട് എങ്ങനെ പോകാൻ സാധിക്കും? അച്ഛൻ വന്നില്ലെങ്കിൽ ഇവൻ അകത്തു പോകും. 20 ലക്ഷമാണ് കൊടുക്കേണ്ടത്. രണ്ടാമനെ ചൂണ്ടി ഇളയവനാണ് പറഞ്ഞത്. അവൻ ഒന്നും മിണ്ടാതിരുന്നപ്പോഴേ ഞാൻ ചിന്തിക്കേണ്ടതായിരുന്നു. എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോഴാണ് വിഷയം ഗൗരവമാണെന്ന് മനസ്സിലാകുന്നത്. നല്ല നിലയിൽ നടത്തിക്കൊണ്ടുപോയ ഹോട്ടൽ വികസിപ്പിക്കാൻ ആരോടോ പണം വാങ്ങി. തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. തകർന്ന നിലയിൽ സഹോദരങ്ങളോട് സംസാരിച്ചപ്പോൾ അച്ഛനെ കൊണ്ട് വീട് വിൽപ്പിക്കാമെന്ന് ധാരണയിൽ എത്തിയതാണ്. അങ്ങനെയെങ്കിലും 3 പേർക്കും പങ്കിടാമല്ലോ. പെൻഷനുള്ളത് കൊണ്ട് ആർക്ക് വേണമെങ്കിലും എന്നെ കൊണ്ടുപോകാം. മക്കൾ എന്നേക്കാളും സമർത്ഥർ തന്നെ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ചിരിക്കാനാണ് തോന്നിയത്. ആ മോഹം നടക്കില്ല പൊന്നുമക്കളെ എന്ന് പറയാൻ ഏറെ നേരം വേണ്ടി വന്നില്ല. അച്ഛന് പ്രായമായില്ലേ? കാലശേഷം ഞങ്ങൾക്ക് തന്നെയല്ലേ ഇതൊക്കെ? എന്നാൽ കൊല്ലടി എന്നും പറഞ്ഞ് മൂത്തവളുടെ മുന്നിൽ ഞാൻ നെഞ്ചി തള്ളി നിന്നു. അകത്തു നിന്നില്ലാത്ത വിളിക്ക് വരുന്നേയെന്ന് പറഞ്ഞ് ഇളയവൻ തടിയും തപ്പി. അത് കണ്ടപ്പോൾ അവളും പുറകിലൂടെ നടന്നു. രണ്ടാമൻ മാത്രം തറയിലെന്ന് കണ്ണെടുക്കാതെ നിന്നയിടത്ത് തന്നെ നിൽക്കുകയാണ്. എന്തു പറയാനാണ്? പെട്ടുപോയത് അവൻ മാത്രമാണല്ലോ. സഹോദരനോട് സ്നേഹമുണ്ടെങ്കിൽ അവർക്ക് തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതിനുള്ള പ്രാപ്തിയൊക്കെ ഇളയവനും മൂത്തവൾക്കുമുണ്ട്. എന്നിട്ടും വിഷയം ഇവിടെ എത്തണമെങ്കിൽ മക്കൾക്ക് സമ്പത്ത് തന്നെ മുഖ്യം. അതിനേക്കാളും പ്രയാസം തോന്നിയത് അവരുടെ മനോഭാവം അറിഞ്ഞപ്പോഴാണ്. പ്രായമായവർ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതിയെന്ന ആ ധാരണയിൽ തളർന്നുപോയി. ഒരു വായ്പ എടുത്തു തരാം, മാസം മാസം അടച്ചോളണം. കേട്ടപ്പോൾ രണ്ടാമന് ശ്വാസം തിരിച്ചു കിട്ടി. എൻ്റെ കാലിൽ വീണ് കരയുകയും കൂടി ചെയ്തപ്പോൾ അവനോട് പാവം തോന്നി. വിതിമ്പിക്കൊണ്ട് എന്തൊക്കെയോ പറയണമെന്ന് അവനുണ്ടായിരുന്നു. ഒന്നും പറയണ്ട എന്ന് ഞാനാണ് പറഞ്ഞത്. ഇനിയെങ്കിലും സ്വയം എഴുന്നേൽക്കാൻ പറ്റാത്ത വിധത്തിൽ അവൻ വീഴരുതെന്ന് മാത്രമേ ആ നേരം ആഗ്രഹിച്ചുള്ളൂ. വായ്പ എടുത്ത് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. എൻ്റെ കാലശേഷം കീറി മുറിക്കാൻ കാത്തിരിക്കുന്ന മറ്റ് 2 പേര് എങ്ങനെയെങ്കിലും അടപ്പിച്ചോളും. അടച്ചില്ലെങ്കിൽ വിഹിതം കുറയുമെന്ന് രണ്ടാമനും തോന്നും. എന്തു ചെയ്യാം? കുരുത്തം കെട്ടവരാണെങ്കിലും മക്കളായി പോയില്ലേ. എന്തെങ്കിലും ചെയ്യട്ടെ. എത്ര വീണ്ടും വിചാരത്തോടെ ജീവിച്ച ആളായിരുന്നു ഞാൻ. ഈ പ്രായത്തിൽ തോറ്റുപോയി. കഴിഞ്ഞ 2 ദിവസങ്ങളായി അവരുടെ സ്നേഹം കൊള്ളുമ്പോഴൊക്കെ മനസ്സിന് കുളിർമ അനുഭവപ്പെട്ടിരുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ അവിടമാകെ പൊള്ളുന്നത് പോലെ. ആഗ്രഹം പോലെ ജീവിക്കാൻ പ്രായത്തിൻ്റെ 3/4 ഓടിയുണ്ടാക്കിയതാണ് ഈ പശ്ചാത്തലം. അവിടെ നിന്ന് എത്ര നിസ്സാരമായാണ് മക്കൾക്ക് എന്നെ പറിച്ചു നടാൻ തോന്നിയത്. വർഷങ്ങളുടെ വൈകാരിക സമ്പത്തിൽ അന്തിയുറങ്ങാൻ കാത്തിരിക്കുന്ന വൃദ്ധരുടെ മനസ്സ് ആർക്കും മനസ്സിലാകുന്നേയില്ല. മക്കളിൽ ആർക്കെങ്കിലും എന്നോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെന്ന് ഞാൻ ഇപ്പോൾ കരുതുന്നില്ല. ഉണ്ടെന്ന് നിസ്സംശയം അനുഭവപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു. അന്ന് അവർക്ക് ഇത്രയും സാമർഥ്യമില്ല. സമ്പത്തെന്നാൽ എന്താണെന്ന് പോലുമുള്ള അറിവുമുണ്ടായിരുന്നില്ല. പൈതലുകൾ അച്ചായെന്ന് വിളിച്ച് എൻ്റെ തോളിലും ചുമലിലും കയറുന്ന കുസൃതികൾ. മക്കളൊന്നും വളരേണ്ടിയിരില്ല എന്ന് വളരെ സ്വാർത്ഥമായി വെറുതെ ആ നേരം ആഗ്രഹിച്ചു പോയി. പ്രായമായവർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് കരുതുന്ന മക്കൾ തുലം കൂടുതലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രായമായ മാതാപിതാക്കളെന്നാൽ മക്കളുടെ സുഖജീവിതത്തിനായി എന്തും ത്യജിക്കാൻ തയ്യാറാകുന്നവർ ആയിരിക്കണം. ജീവിച്ചിരിക്കാവുന്ന ഏതാനും വർഷങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കാത്തവർ ആയിരിക്കണം.
അങ്ങനെ ഓർത്തപ്പോൾ തന്നെ കണ്ണുകൾ നിറഞ്ഞുപോയി. ത്യാഗമെന്ന വാക്കൊക്കെ മാതാപിതാക്കളോട് പറയാൻ മക്കൾക്ക് ത്രാണിയുണ്ടായിരിക്കുന്നു. ഈ രംഗങ്ങളെല്ലാം മുമ്പേ മറഞ്ഞ നീ എത്ര ഭാഗ്യവതിയാണെന്ന് ഓർത്തും കൊണ്ട് ഞാൻ ചുമരിലേക്ക് നോക്കി. അവിടെ മക്കളുടെ അമ്മ ചാരി നിൽപ്പുണ്ട്. എല്ലാം കാണുന്നുണ്ടെന്ന ഭാവത്തിൽ ഇമ വെട്ടാതെ അവൾ ചിരിക്കുകയാണ്.